തുല്യമായിട്ട് യതി മന്യസേ ഏതത്, ഇതിന് തുല്യമായിട്ട് അല്ലയോ നചികേതസേ നീ വിചാരിക്കുന്നു എങ്കിൽ, വിത്തം ധനവും ചിരജീവികാംക്ഷ ദീർഘായുസ്സുമാകുന്ന വരത്തെ വൃണീഷോ വരിച്ചുകൊള്ളുക. നീ ചോദിച്ച ഈ ചോദ്യത്തിന് തുല്യമാണ് ചിരജീവിതം. നിനക്ക് ചിരഞ്ജീവി എന്ന പദവിയാണ് വേണ്ടതെങ്കിൽ, നചികേത അല്ലയോ നചികേതസേ മഹാഭൂമൗ വിസ്തൃതമായ ഭൂമിയിൽ ത്വം ഏധി രാജാവായി ജീവിച്ചാലും, മഹാഭൂമൗ ഒരു ഭൂഖണ്ഡം തന്നെ, അതിന്റെ തന്നെ ചക്രവർത്തിയായി നീ ജീവിച്ചാലും, ത്വാം നിന്നെ കാമാനാം കാമങ്ങൾക്കും കാമഭാജം കാമഭാക്കാക്കി കരോമി ചെയ്യാം. എല്ലാ കാമങ്ങൾക്കും കാമഭാക്കാക്കി. ഈ ലോകത്തിൽ എന്തെല്ലാം കാമമുണ്ടോ, കാമം ആ വാക്കിൽ തന്നെ അപകടമുണ്ട്. കാ ആമ, കാ മൂർധാവ്, കങ്കാളം, അതായത് മൂർഖൻ, തന്നെ സുഖം, കാ സുഖം, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാ ശബ്ദത്തിന്. ആമ എന്ന് പറഞ്ഞാൽ പച്ച. അപ്പൊ കാമം എന്ന് പറഞ്ഞാൽ പച്ചയായ സുഖം. ഈ പ്രപഞ്ചത്തിൽ കിട്ടുന്നതെല്ലാം പച്ചയായ സുഖമാണ്, പക്വമല്ല. എന്താ ഈ പച്ചയായ സുഖം അനുഭവിച്ചു കഴിയുമ്പോൾ തീരുന്നത്, ക്ഷണനേരത്തേക്ക് മാത്രം തോന്നുന്നു. അപ്പൊ പക്വമായ സുഖം ഏതാണ്? കാമമെന്ന ശബ്ദത്തിൽ നിന്നാണ് കാമമല്ലാത്ത ഒന്നുണ്ട് എന്ന് ബുദ്ധിമാൻ അറിയുന്നത്. ശബ്ദശാസ്ത്രം വഴിയാണ് അവനത് മനസ്സിലാകുന്നത്. ഇത് കാമമാണ് എന്ന് പറഞ്ഞാൽ ശബ്ദം പഠിച്ചിട്ടുള്ളവൻ, സ്ഫോടം പഠിച്ചിട്ടുള്ളവൻ, ശബ്ദശാസ്ത്രത്തെ അറിഞ്ഞിട്ടുള്ളവൻ, വ്യാകരണം അറിയുന്നവൻ കാമം അല്ലാത്തത് എന്തുണ്ട്? കാമമുണ്ട് എന്ന് പറഞ്ഞാൽ കാമമല്ലാത്തതുണ്ട്. അപ്പൊ കാമത്തിൽ നിന്നാണ് കാമമല്ലാത്തതിനെ അറിയാനിടയായത്. അപ്പൊ കാമം എന്ന് പറഞ്ഞാൽ അത് പച്ചയായ സുഖമാണ്. പച്ചയായ സുഖം എന്ന് പറഞ്ഞാൽ സുഖം പച്ചയാകുന്നത് എപ്പോഴാണ്? പക്വമല്ലാത്തപ്പോഴാണ്. അത് നമുക്ക് സമ്മതമാണ്. അതേതാണ്? എപ്പോഴാണ്? ആനന്ദമയ കോശത്തിന്റെ ഭോഗവൃത്തിയിലെ ചലനം മാത്രമാണ് കാമം, വസ്തുവല്ല. വസ്തുവല്ല. ഈ ദൃശ്യപ്രപഞ്ചത്തിലെ ദൃശ്യവസ്തുക്കളും ശ്രവ്യവസ്തുക്കളുമായ ഇന്ദ്രിയ വിഷയങ്ങൾ അത്രയും നേടണമെന്ന് ആഗ്രഹിക്കുന്നത് മുതൽ നേടുന്നത് വരെ അതിനെ ആഗ്രഹിക്കുന്നവന്റെ മനസ്സിനുണ്ടാകുന്ന അവസ്ഥയ്ക്ക് എന്തു പേര് പറയാം? സുഖം അല്ലേ? അങ്ങനല്ലേ? അല്ലേ? ആണോ? നല്ലൊരു പെൺകുട്ടിയെ നിങ്ങൾ ആൺകുട്ടി കണ്ടു, നല്ലൊരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടി കണ്ടു, വിവാഹം കഴിക്കാൻ ആഗ്രഹം ജനിക്കുന്ന മുതൽ വിവാഹം കഴിക്കുന്ന ആ നിമിഷം വരെ ആ ആൺകുട്ടിയിൽ അല്ലെങ്കിൽ പെൺകുട്ടിയിലുള്ള ഭാവത്തിന് സുഖം നല്ലേ വരും. ആ പദം തന്നെ പറഞ്ഞു ഒന്നുകൂടെ. സംഘർഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണല്ലേ? അല്ലേ? സംഘർഷമാണ്. കാരണം വെച്ചാൽ ഇത് കിട്ടുവോ, ഇത് ശരിയാവുമോ, അച്ഛനോടൊക്കുവോ, അമ്മയോടൊക്കുവോ, നാട്ടുകാരോടൊക്കുവോ, അതിനിടെ ചത്തുപോവോ, അല്ലേ? ഇതിനിടയ്ക്ക് വേറൊരു വില്ലനും എന്നെ പോലെ തന്നെ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട്,
അവസാനം കാശുകാരനായതുകൊണ്ട് അവൻ അടിച്ചുകൊണ്ട് പോവോ? എന്നൊക്കെ കുറച്ചുകൂടെ സൗന്ദര്യം അവനുണ്ട്, അവസാനം എന്നെയും ചതിച്ച് ഇവൾ അവന്റെ കൂടെ പോവോ? ഞാനൊരു മാറ് കയറയില് എടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൂട്ട് തീർത്ത് ഇല്ലേ, കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം എന്ന് പാടി നടക്കേണ്ടി വരുവോ? സംഘർഷമല്ലേ? അപ്പോ ആഗ്രഹിക്കുന്നത് മുതൽ നേടുന്നത് വരെ സംഘർഷം. നേടിയ ഒരു നിമിഷത്തിൽ മാത്രം സുഖവും നേടിക്കഴിഞ്ഞ് അതിന്റെ വിലാപവുമാണ് ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ വസ്തുക്കൾ അത്രയും. ഇങ്ങനെ പഠിക്കരുത്, ഞാൻ വലിയ അപകടമാണ് കാണിച്ചിരുന്നത്. ഇങ്ങനെ പഠിച്ചാൽ ഒരു സാധനവും സുഖം തരികയില്ല കുറെ കഴിയുമ്പോൾ. ഇപ്പൊ കുറച്ചെങ്കിലും തരും. ഇത് നല്ലപോലെ മനസ്സിലാക്കിയാൽ ഏത് വസ്തു, നമ്മൾ പറയുന്ന നല്ല കാപ്പി, നല്ല ചായ, നല്ല മസാല ദോശ, എല്ലാം നല്ലതും ഇത്രയേ ഉള്ളൂ. ആഗ്രഹം മുതൽ നേട്ടം വരെയും നേട്ടം കഴിഞ്ഞും ദുഃഖം തരുന്നതും നേടുന്നൊരു ക്ഷണിക നിമിഷത്തിൽ മാത്രം. ആഗ്രഹിച്ചത് അവസാനിക്കുകയും പുതിയത് ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുവാനുള്ള ഇടവേള അഥവാ എന്നെ എനിക്ക് കാണിച്ചു തരുന്നത് കൊണ്ട് അല്പസുഖമാത്രമായത് കാമം. എന്നെ തിരിച്ചറിയാതോടുന്ന ഞാൻ എന്നിലിരിക്കാതെ വസ്തുക്കളിലിരിക്കുന്നു എന്ന് ധരിക്കുകയാൽ ആ വസ്തുവിന്റെ പിന്നാലെ പോയി വസ്തു നേടുമ്പോൾ എന്നിലേക്ക് തിരിച്ചു വരികയും നേട്ടം കഴിഞ്ഞ് മറ്റൊരു വസ്തുവിന്റെ ബോധം വരുമ്പോൾ എന്നിൽ നിന്ന് മടങ്ങുകയും ചെയ്യുമ്പോൾ മുമ്പ് എന്നിലല്ലായിരുന്ന ഞാൻ ഈ വസ്തു മുഖാന്തരം എന്നിലേക്ക് വരികയും വീണ്ടും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമ്പോൾ അത്രയും നേരം എന്നിലേക്ക് മടക്കാൻ സഹായിക്കുന്നത് കൊണ്ട് കാമം. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഒരു സാരി ആഗ്രഹിക്കുന്ന അമ്മ ആ സാരിക്കുള്ള ദുഃഖങ്ങളൊക്കെയായിരുന്നു. സാരി കയ്യിൽ കിട്ടിയപ്പോൾ ആഗ്രഹം തീർന്നു, വേറൊരു ആഗ്രഹം ഇപ്പൊ ഉണ്ടായിട്ടില്ല. അപ്പൊ അമ്മ മാത്രമായി. സാരി കയ്യിൽ കിട്ടിയതോടുകൂടി അമ്മ മാത്രമായി. ഇപ്പൊ സാരി ഉണ്ടെന്നുള്ള ബോധമോ സാരിയെ കുറിച്ചുള്ള ആഗ്രഹമൊന്നുമില്ല. സാരി കൈ കിട്ടിയിട്ടുണ്ട്. സങ്കല്പത്തിൽ സാരി നേടാനാണെങ്കിൽ അത് വേറൊരുത്തി ഉടുത്താലും നേടാമായിരുന്നു, അല്ലേ? കാണുന്നതാ കൂടുതൽ സുഖം. നമ്മൾ എടുത്താൽ നമുക്ക് കാണാൻ മേലല്ലോ. നമ്മൾ എടുത്തിട്ട് നമ്മളെന്തോ ആസ്വദിക്കാനാ? മറ്റൊരുത്തി ഉടുക്കുന്നത് കണ്ട് ആസ്വദിക്കാമായിരുന്നു. അതിന് പകരം അത് ആസ്വാദനമില്ലെന്ന് തോന്നിയപ്പോഴാണ് സ്വന്തമാക്കാൻ തീരുമാനിച്ചത്. സ്വന്തമായി കിട്ടിയ ഒരു നിമിഷം സാരിയിലെ ആഗ്രഹം തീർന്നു. ഇപ്പൊ അവള് മാത്രമായി. ആ ഒരു നിമിഷം സുഖം. അവളെ മാത്രമായി അവളെ ബോധ്യപ്പെടുത്തിയത് ഈ സാരിയാണ് ക്ഷണനേരം. അതുകൊണ്ടത് കാമമാണ്. മറിച്ച് അടുത്ത നിമിഷം അത് തന്നെ ദുഃഖമാണ്. ഇനി ഇത് നനയ്ക്കണം. ഇനി ഇതിന് വേണ്ടുന്ന പ്രത്യേകതരം ഹെങ്കൽസ്റ്റൈൻ ചാമ്പ്യൻ വാങ്ങിക്കണം. അതേ തന്നെ ഇപ്പൊ ചായ വീണിരിക്കുന്നത്. ഇത് അടിച്ചു നനയ്ക്കാൻ പറ്റില്ല. കാരണം മേടിച്ചോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അടിച്ചു നനച്ചാൽ ഇതിന്റെ ഇഴകൾക്കൊക്കെ മാറ്റം വരും. അതിന് പ്രത്യേകതരം വാഷിംഗ് മെഷീൻ തന്നെ വേണം. അപ്പോ ദുഃഖം കൂടുകയാണ്. എല്ലാ വസ്തുവും അടുത്തപഗ്രഥിച്ചാൽ നാം നമ്മിലേക്ക് മടങ്ങുന്നത് സുഖവും വസ്തുവിലേക്ക് പരിണമിക്കുന്നത് ദുഃഖവുമാണ്. വസ്തു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്നുള്ളതുകൊണ്ട് അതിനെ വലിച്ചെറിഞ്ഞ് നമ്മിലേക്ക് തിരിച്ചു പോയാൽ ആഗ്രഹം കൂടും. അതിനെ സ്വീകരിച്ച് നമ്മിലേക്ക് തിരിച്ചു പോകാൻ പറ്റുകയുമില്ല. അപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തിൽ വസ്തു ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അതിൻ്റെ ഇടയിലൂടെ ഞാൻ മാത്രമായി സഞ്ചരിക്കുകയും ഉള്ളതുണ്ടെന്നും ഇല്ലാത്തത് ഇല്ലെന്നും ഒരുപോലെ മനസ്സിലാക്കുന്നത് സുഖം. മനസ്സിലായില്ല?
അതാ എളുപ്പം. പണി എളുപ്പം ഇതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവും വലിച്ചെറിയേണ്ടതുണ്ട്. ഇത് കേട്ടിട്ട് പോയി നാളെ രാവിലെ പോയി വാഷിംഗ് മെഷീനും സാരിയൊന്നും വലിച്ചെറിയണ്ട. എറിഞ്ഞാലും പ്രയോജനമില്ല. അത് അവിടെ ഇരുന്നോട്ടെ, ഉണ്ടായിക്കോട്ടെ, ഉണ്ടാകാതിരുന്നോട്ടെ, യാതൊരു പ്രശ്നമില്ല. നമുക്കുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഒരു തരം മൂടത്തരം വരും. നമുക്ക് വലിച്ചെറിഞ്ഞ് സൂഹിക്കാവുന്ന തീരുമാനിക്കും. പിന്നെ അതിനോടൊരുമാതിരി ദേഷ്യം വന്നത് വലിച്ചെറിയും. അങ്ങനെയാണ് ഞങ്ങൾ ചില സ്വാമിമാര് ആലപ്പുഴയെന്ന് മണൽ കൊണ്ടിരുന്നു. കട്ടിലുണ്ടാക്കി മണല് കട്ടിലിൽ വിരിച്ചിട്ട് അതേ കയറി കിടക്കും. അതിനേക്കാൾ നല്ല ഇടല്ലപ്പെട്ട കിടക്കും. പയ്യന്നൂക്കാരൻ ആലപ്പുഴ പോയി വെള്ളമണല് അവിടുന്ന് ലോറിക്കൂടെ കൊണ്ടുവന്ന് 4 കട്ടിലും പണിത് കട്ടിലേൽ വെള്ളമണലും വിരിച്ച് മുറിക്കകത്ത് കയറി കിടക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള 2 ബെഡ് കിടക്കുക. എന്തോറും പൂജാകീം ഉപാധാനാദാം എന്നൊരു ശ്ലോകവും ചൊല്ലുവന്. കാരണം പണ്ട് ഈ തറയില് കൈ മെത്തയായി വെച്ചാണ്, കൈ തലയണയായി വെച്ചാണ് ഋഷി കിടന്നിരുന്നത്. ഞാനും ഇപ്പൊ കൈ തലയണയായിട്ട് വെച്ച് അതിനായി മണൽ വിരിച്ചിരിക്കുന്നത്. അതിനെടുത്ത പാട്. അപ്പൊ ഒരുത്തൻ ലളിതമാകാൻ കാശ് മുടക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഗാന്ധി അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സരോജിനി നായിഡു മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും സരോജിനി നായിഡുവിനോട് പറഞ്ഞു, എന്തൊരു ലളിത ജീവിതമാണ് നിങ്ങളുടെ ഈ മഹാത്മാവിന്റെ. അപ്പൊ പറഞ്ഞു, ഇങ്ങേരെ ലളിത ജീവിതം നയിക്കാൻ അനുവദിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെലവാക്കുന്ന ഖജനാവിലെ കാശിന്റെ കണക്കൊന്നെടുക്കുമ്പോഴാ മനസ്സിലാകുന്നത്. മനസ്സിലായില്ല. തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലേ സഞ്ചരിക്കൂ. അതിനകത്ത് ഈ പരിവാരങ്ങളൊക്കെ വേണ്ടേ? അംഗരക്ഷകരും ബാക്കിയുള്ളതൊക്കെ തേർഡ് ക്ലാസ് വേണം. ഫസ്റ്റ് ക്ലാസ്സിലാണെ കുറച്ച് മതിയാവും. അപ്പൊ മറ്റേനേക്കാൾ ഇരട്ടി ചെലവാണ്. അപ്പൊ നമ്മൾ ലളിതജീവിയാകാൻ കൂടുതൽ ചെലവാക്കിയിട്ട് ലളിതജീവിയാകുന്നവരുണ്ട്. അതും ലാളിത്യമല്ല. മനസ്സിലായില്ല. പല ലളിതന്മാരും അപ്പൊ അതും ലാളിത്യമല്ല. അപ്പൊ അതുകൊണ്ട് ലാളിത്യം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കണം. ആ നല്ല അർത്ഥത്തിൽ മനസ്സിലായെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നചികേതസ്സേ, ഇതെല്ലാം ഈ വസ്തുക്കളൊക്കെ നിനക്ക് തരാം. നീ വിചാരിക്കുകയാണ് ഇത് നീ ചോദിച്ച വരത്തിന് തുല്യമാണെന്നാണെങ്കിൽ ഈ ഭൂഖണ്ഡത്തിന്റെ തന്നെ രാജാവായി നിന്നെ വാഴിക്കാം. നിനക്ക് ധാരാളം ധനം തരാം, ചിരജീവിതം തരാം, ചിരഞ്ജീവി എന്ന അവസ്ഥ തരാം. ചിരഞ്ജീവി ആയിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അറിവ്. വീണ്ടും യേ കാമാദുർലഭേ മർത്യലോകേ സർവാൻ കാമാൻ ചന്ദത പ്രാർത്ഥയസ്വം ഇമാ രാമാ സരഥാ സദൂര്യ നഹീദൃശാലംഭനീയാ മനുഷ്യൈഃ ആഭിർമത്പ്രത്താ വിപരിചാരയസ്വ നചികേതോ മരണം മനുപ്രാക്ഷീഹി ഏതേത് കാമാഹ, കാമങ്ങൾ മനുഷ്യലോകത്തിൽ ദുർലഭമായിട്ടുണ്ടോ താൻ, ആ സർവാൻ എല്ലാ കാമങ്ങളെയും ചന്ദത ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചുകൊള്ളുക. ഈ ഭൂമിയിൽ ലഭിക്കാത്ത സുമർഗ സാമഗ്രികളെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ ഏതായാലും അതെല്ലാം ഭരിച്ചുകൊള്ളുക. ഭൂമിയിൽ കിട്ടാത്തതൊക്കെ നീ ആഗ്രഹിക്കുക, അതും തരാം. ഭൂമിയിൽ കിട്ടുന്നതൊക്കെ പറഞ്ഞു മുമ്പേ. അതുകൊണ്ട് നീ തൃപ്തനല്ലെങ്കിൽ ഭൂമിയിൽ കിട്ടാത്തത് പറക്കുന്ന ആനയെ വേണം, സ്വപ്ന ലോകം, അതും തരാം. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം നിന്റെ ജാഗ്രത് ലോകത്തിലുള്ളതാണ്. ഈ ജാഗ്രത് ലോകത്തിലുള്ള മുഴുവൻ അറിവിന്റെയും മുഴുവൻ അനുഭവത്തിന്റെയും അപ്പുറമാണ് നീ ചോദിച്ച വരം.
ജാഗ്രത് ലോകത്തിലുള്ളതായ നിന്റെ ആഗ്രഹങ്ങളും അറിവുകളും തൃപ്തമായി കഴിഞ്ഞ് ആപ്തകാമനായ ഒരുവന് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്നതാണ് ഉപനിഷത്ത് വിഷയമായ ഈ പരബ്രഹ്മമാകുന്ന അറിവ്. അത് ഈ ലോകത്തിലെ തുച്ഛങ്ങളായ ആഗ്രഹങ്ങളും വെച്ചുകൊണ്ട് ഒരുവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് സാരം. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഗുരുപരീക്ഷയുണ്ട്, ഒന്ന് ശിഷ്യപരീക്ഷയുണ്ട്, ഒന്ന് വിഷയ പരീക്ഷയുണ്ട്. 3ഉം സമർത്ഥമായി നമുക്ക് തരികയാണ്. വിവരമുണ്ട്, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ അതിനിസാരങ്ങളായ വസ്തുക്കൾക്ക് വേണ്ടി കാംക്ഷിക്കുകയും അവയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും അവയാണ് പരമമെന്ന് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ അറിവൊരാൾ നേടിയെന്നത് അസാധ്യമാണ് എന്ന് യമന്റെ ഭാഗത്തെ പരീക്ഷ. അപ്പൊ ഇത് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ, ഇത് പഠിക്കാൻ എത്തിപ്പെടുന്ന സ്ഥലത്ത് ഇത്ര നിസ്സാരങ്ങളായ വസ്തുക്കളെയാണ് പ്രാധാന്യമുള്ളവയായി അവിടെ കരുതുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ അറിവ് കിട്ടില്ല. നമസ്കാരപൂർവ്വം പിൻവാങ്ങാം, ഒരു എതിർപ്പിന്റെ ആവശ്യമില്ല. കാരണം അവരൊരു നിൽക്കുന്ന ലോകങ്ങളിൽ നിന്ന് അവരൊരു മാറില്ല. അവ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ, വളരെ വിനയപൂർവം പിന്മാറാം. വിജയകരമായ പിന്മാറ്റം എന്നതിന് പറയാം. പിന്മാറ്റമാണ് ഏറ്റവും വലിയ വിജയം. ആ ലോകം അതിന്റെ തലമാണ്. ആ തലത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നും നേടാനില്ല. 2, നാം അത് നേടാൻ യോഗ്യനല്ലെങ്കിൽ പിന്മാറാം. നിസ്സാരമായ വരവും നേടി പിന്മാറാം. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമുക്ക് സമയമായില്ല. നമുക്ക് ഈ ഇന്ദ്രിയ ലോകങ്ങളിലെ കുറെ കാര്യങ്ങളും കൂടെ ഒക്കെ നേടാനുണ്ട്. ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ ഭൂമാവായിരിക്കുന്ന വിദ്യകളൊന്നും നമുക്ക് കരഗതമായി കഴിഞ്ഞിട്ടില്ല. ഭൂമാവ് അറിയാത്ത നാം എന്തിന് ഭൂമാവിന് അപ്പുറത്തുള്ളത് അറിയാൻ ശ്രമിക്കണം. അപ്പൊ ഒന്ന്, നമ്മുടെ ഇന്ദ്രിയപരങ്ങളായ ലോകങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന ഭൂമവും എന്ന് പറയാവുന്ന ഭൂമാവാകുന്ന അറിവുകൾ, അത് നിസ്സാരങ്ങളാണ്. കണ്ടതൊക്കെ സജീവമായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു, കേട്ടതൊക്കെ സജീവമായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ സജീവങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ ലോകങ്ങൾ നമ്മളെ വിട്ടുപിരിയുന്നില്ല. അത് സാന്ത്വനപ്പെടുത്തുമാറ് ഇന്ദ്രിയ ലോകങ്ങളിൽ അടിച്ച് കളിച്ചങ്ങ് ജീവിച്ചാൽ ഇതങ്ങ് തീർന്നു കിട്ടും. ഒരു മടുപ്പും വെറുപ്പും ഉളവാകുന്ന ആ ലോകം ജീവിച്ചു തീർക്കുന്നതോടുകൂടി മറ്റത് ജീവിക്കാൻ വഴി തുറന്നു കിട്ടും. ഞാൻ കേട്ടതും ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതുമൊക്കെ എന്റേത് മാത്രമാണ്. അവരിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരിയല്ലേ? അവരിന് മനസ്സിലാവുകയില്ല. പക്ഷെ ഞാൻ കണ്ടതൊക്കെ അവരിനെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴുള്ളൊരു സുഖം, അതിനാണ് ഈ ലോകം കൊടുക്കും. അതോ അവരിനോട്ട് മനസ്സിലാവില്ല. അപ്പൊ ഒറ്റ വഴിയുള്ളൂ. മാത്രമല്ല, അവരുടെ അടുക്കൽ ചെന്ന് ഞാൻ കണ്ടത് പറയുമ്പോ അവൻ കണ്ടതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിക്കാൻ ശ്രമിക്കുക. 2 വിചാരം കൂടെ കൂടുമ്പോ ദുഃഖം മാത്രമാണ് ബാക്കിയുള്ളൂ. ഇനി ഇത് കാണാതിരിക്കുന്നവനോട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി സമാധാനം കിട്ടുമെന്ന് വെച്ചാൽ അവനോട്ട് കേൾക്കാൻ തയ്യാറുമില്ല. അവൻ ചക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് പറഞ്ഞ് വിഷയം മാറ്റിക്കൊണ്ടുപോവാ. ഈ ലോകത്തിന്റെ ദുരൂഹത നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. നമ്മൾ വളരെ സ്നേഹത്തിൽ കൂടുന്നത് തന്നെ ഇതൊക്കെ ഒന്ന് പറയാനും താത്തു വെക്കാനും അല്ലേ? ഈ ക്ലാസ്സിനൊക്കെ വന്നിട്ടാണെങ്കിലും പതുക്കെ അടുത്തിരിക്കുന്ന ആളുമായിട്ട് കൂടി പേര് ചോദിച്ചു, പേരെന്താണ്? അപ്പൊ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ബന്ധമായി. പിന്നെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് കണ്ടതേ, ഞാനിങ്ങനെ സ്ഥലത്തൂടെ ഒക്കെ പോയതേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് മറ്റേയാള് വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ അവിടുന്ന് മുങ്ങണം തോന്നും. പിന്നെ വേറെ ഒരാളെ കണ്ടുപിടിച്ചു വേണം അതൊന്ന് പറഞ്ഞു തീർക്കാൻ, അല്ലേ? ഇങ്ങനെ അലയുന്ന ആത്മാക്കളുടേതാണ് ഈ പ്രപഞ്ചം. നമ്മൾ കണ്ടത് കുറേയുണ്ട്, നമ്മൾ കേട്ടത് കുറേയുണ്ട്. ഇതൊക്കെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ച് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് അതിനേക്കാൾ കൂടിയതാ ഇങ്ങോട്ട് ഇരുന്നത്. അപ്പൊ അവിടെ പേടിച്ച് പന്തളത്ത് ചെല്ലുമ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് പറയുന്ന പോലെ
വന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ ചെയ്യും? അങ്ങനെയാണ് ഈ ലോകം. ഇപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ലോകങ്ങള് അവരുടെ ഇന്ദ്രിയങ്ങളിലില്ല, നമ്മളുടെ മനസ്സിന്റെ ലോകങ്ങൾ അവരുടെ മനസ്സിലില്ല. അപ്പോ അവരും ഞാനും ഒരുപോലല്ല. അപ്പൊ ഈ വ്യത്യാസം ഇത് തന്നെ ദുഃഖമാണ്. അപ്പൊ അറിവിന്റെ ലോകത്തേക്ക് കടന്നു ചെന്നാൽ ഇതെല്ലാം വിട്ടതാണ്. ഈ ഭൂമൗ എന്ന് പറയാവുന്ന ഭൂമാവാകുന്ന അറിവിന്റെ ലോകങ്ങളിൽ ചോദിക്കാവുന്ന മുഴുവൻ ചോദിക്കുന്ന ജീവസേ, അജീവത്തിന് ചോദ്യമില്ല. അപ്പൊ യവൻ മനസ്സിലാക്കി ഇവൻ ഭൂമാവിനെ അതിജീവിച്ചവനാണ്. ഇവന്റെ ലോകം ഇന്ദ്രിയങ്ങളുടെ ലോകമല്ല. ഇന്ദ്രിയങ്ങളെ വെച്ചുള്ള ഒരു കളി കളിച്ചും ഇവനെ വീഴിക്കാൻ പറ്റില്ല. കാരണം ഇവനതൊന്നും താല്പര്യമുള്ള വിഷയം. അതുകൊണ്ടൊന്നും തൃപ്തി വരില്ലെന്ന് ഇവൻ അറിഞ്ഞു കഴിഞ്ഞവനാണ്. എങ്ങനെ അറിയുന്നേ? അതുകൊണ്ട് ലോകങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു, അവിടെ കടന്നു. വീണ്ടും ഭൂമാവിനെ അതിക്രമിക്കുന്നത് ഈ മനുഷ്യ സാധാരണമായ ലോകങ്ങളിൽ ലഭിക്കാത്ത സുഖ സാമഗ്രികൾ, സ്വപ്ന ലോകങ്ങളിൽ. നമ്മൾ രണ്ടാമതൊരു ലോകം അനുഭവിക്കുന്നത് ഈ ഭൂമാവിലല്ല, സ്വപ്ന ലോകത്തിലാണ്. ഇവിടെ ഇരിക്കുമ്പോ കിട്ടാത്ത പലതും സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിനെ പകുതിയിലധികം ശാന്തമാക്കുന്നത്. ഒരളവിൽ പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന, കണ്ടും കേട്ടും തൊട്ടും ഒക്കെ അനുഭവിക്കുന്ന ലോകങ്ങൾ എത്ര ചെറുതാണ്, അതിനേക്കാൾ എത്ര വിശാലവും വിപുലവുമാണ് സങ്കല്പിച്ചനുഭവിക്കുന്നത്. നമ്മൾ എന്തെല്ലാമായി മാറുന്നുണ്ട് ഇതിനിടയിൽ. എന്തെല്ലാത്തിനെ കുറിച്ച് നമുക്കറിയും. ചിന്തിച്ചുകൊണ്ടിട്ടുണ്ടോ? ഒരു ദിവസം പുലർന്നാല് വൈകുന്നേരം വരെയുള്ള ജീവിതത്തില് നാം ഇന്ദ്രിയങ്ങളാൽ അറിയുന്ന സ്ഥൂലമായ പ്രത്യക്ഷമായ ലോകത്തിന്റെ എത്രയോ മടങ്ങാണ് നമ്മുടെ സ്വപ്ന ലോകം. ചെറുതോ വലുതോ? എന്തെല്ലാമായി മാറാറുണ്ടല്ലേ? ശരിയല്ല? പണ്ട് മറ്റേ ഇവൻ പറഞ്ഞ പോലാണ്, വെള്ളം അടിക്കാതെ വെള്ളം അടിച്ചവനെ പോലാകുന്നവർ അല്ലേ? പണ്ട് ഏതോ സിനിമയിലൊടുക്കാൻ പാടിയിട്ടുണ്ട് ഇങ്ങനെ, കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മറിയേ, എള്ളോളം ഉള്ളിൽ ചെന്നാൽ ഭൂലോകം തരികിടമറിയും. അവനൊക്കെ ഇത് എള്ളോളം ചെന്നാലേ തരികിടമറിയുള്ളൂ, നമുക്ക് ചെല്ലാതെ തരികിടമറിയും. അങ്ങനല്ലേ? ശരിയല്ല? എന്നിട്ടാ നമ്മൾ അവനെ കുറ്റം പറയുന്നത്. ഇത് തൊള്ളിയും സേവിക്കാതെ ഈ ഭൂലോകം തരികിടമറിയുന്ന പാർട്ടികളാണ് നമ്മള്, അല്ലേ? മറ്റവൻ വെള്ളം അടിച്ചാലേ വഴക്കുണ്ടാക്കുകയുള്ളൂ, മറ്റവൻ വെള്ളം അടിച്ചാലേ തെറി പറയുള്ളൂ, മറ്റവൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പിറുവറ പറയുള്ളൂ, മറ്റവൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭാര്യയ്ക്ക് ഇടിക്കുകയുള്ളൂ, മറ്റവൻ വെള്ളം അടിച്ചാൽ മാത്രമേ വഴക്കുണ്ടാക്കാൻ പോവുള്ളൂ. ഇതൊന്നും അടിക്കാതെ ഇതെല്ലാം ചെയ്യുന്ന നമ്മളോ? ശരിയല്ല? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നിങ്ങളാരും അങ്ങനെയല്ല. സങ്കല്പലോകമൊന്നുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു സങ്കല്പവും ഇല്ലാത്തവരോടാണോ വർത്തമാനം പറയുന്നത്? സ്മൃതപ്രജ്ഞന്മാരോടല്ലേ? അപ്പോ നചികേതസിനോട് ആ ലോകങ്ങളെ പറയണ സങ്കല്പ ലോകങ്ങൾ. മനുഷ്യലോകത്തിൽ ലഭിക്കാത്ത സുഖസാമഗ്രികളെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ ഏതായാലും അതെല്ലാം ഭരിച്ചുകൊള്ളുക തരാം. അസാധാരണങ്ങളായ ചർച്ചകൾ. നമ്മൾ സാധാരണ ചർച്ചകളൊക്കെ കണ്ടിട്ടുള്ളൂ. പറക്കുന്ന ആനയെ വേണം, പിടിച്ചോ, ഭൂമി കിട്ടില്ല. ഭൂമിയിൽ കിട്ടില്ല.
ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താവുന്ന മാനസിക വേഗതയിലുള്ള യാനങ്ങൾ വേണം. ഇപ്പൊ എവിടെയായിരിക്കുന്നത്? സങ്കല്പിച്ചാ മതി അടുത്ത സ്ഥലത്തെത്തി. അതിനും അപ്പുറമാണ് ഈ വിദ്യ. അപ്പൊ നിനക്ക് ഇതുകൊണ്ട് തൃപ്തനാകാൻ കഴിയുമെങ്കിൽ അത് സങ്കല്പിച്ചോളൂ. മനുഷ്യർക്ക് ഒരിക്കലും ലഭിക്കാത്ത ദിവ്യകളായ സുന്ദരിമാരെ വേണം, സ്വർസുന്ദരിമാർ. പിടിച്ചോ, തരാം. അങ്ങനെയുള്ള സങ്കല്പലോകമാണല്ലോ ഉർവശിയും അല്ലെ രംഭയും തിലോത്തമയും ഒക്കെ മനുഷ്യന്റെ അത്തരം സങ്കല്പങ്ങളിൽ നിന്നുണ്ടായതാണ്. ഭൂമിയിൽ സാധാരണമല്ലാത്ത, ഭൂമിയിൽ സാധാരണമായത് ഒക്കെ നിസ്സാരങ്ങളാണ്. ഭൂമിയിൽ അസാധാരണമായത് കിട്ടാൻ വേണ്ടിയാണ് മനുഷ്യനെല്ലാം ഓടുന്നത്. വീണ്ടും ഇതെല്ലാം എന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടാവുന്ന ഇവരെ കൊണ്ട് നീ സ്വയം പരിചരിപ്പിച്ചുകൊള്ളുക, ഇവയൊക്കെ നേടിക്കൊള്ളുക. അപ്പോ എന്തെല്ലാമാണ്? ഏതേത് കാമങ്ങൾ മർത്യലോകത്തിൽ ദുർലഭങ്ങളായിട്ടുണ്ടോ താൻ, ആ സർവാൻ എല്ലാ കാമങ്ങളെയും ചന്തത ഇഷ്ടം പോലെ വരിച്ചുകൊള്ളുക. ഇമാ ഈ സരഥ തേരോടുകൂടിയവയും സതുര്യ വാദ്യങ്ങളോടുകൂടിയവയുമായ രാമാഹ സുന്ദരിമാർ, സുന്ദരിമാർ. അപ്പൊ രഥമുണ്ട്, നല്ല സംഗീതമുണ്ട്, വാദ്യങ്ങളുണ്ട്. ആ സുന്ദരിമാർ ഈ ദൃശ്യാഹ ഇപ്രകാരമുള്ളവർ മനുഷ്യൈഹി മനുഷ്യരാൽ നഹി ലാഭനീയാഹ ലഭിക്കപ്പെടുന്നവരല്ല, മനുഷ്യർക്ക് കിട്ടുന്നതല്ല ഈ സുന്ദരിമാരെയൊക്കെ. മത് പ്രതാപി എന്നാൽ നൽകപ്പെട്ടു, അത് നിനക്ക് തരിക. സ്വർസുന്ദരിമാരെയും നിനക്ക് തരിക. സാധാരണ മനുഷ്യർക്കൊന്നും ഇത്തരം സുന്ദരിമാരെ കിട്ടില്ല. നിനക്ക് അതും തരാം, നീ വരവൊന്ന് പിൻവലിച്ചാ മതി. ആബി ഇവരെ അലയോ നചികേതസ്സെ മരണത്തെ പറ്റി മാ അനുപ്രാക്ഷീഹി ചോദിക്കരുത്. നീ ഒരു കാര്യം ചെയ്യുക, മരണത്തെ പറ്റി മാത്രം ചോദിക്കരുത്, ബാക്കി ഇതൊക്കെ വരിച്ചോളൂ. അപ്പോ നീ ഇവരെ കൊണ്ട് പരിചരിപ്പിച്ചോളൂ. പരിചാരയസ്വ, നീ ഇവരെ കൊണ്ട് പരിചരിപ്പിച്ചുകൊള്ളൂ. നചികേതസ്സെ നീ ഒരു കാര്യം ചെയ്താൽ മതി, മൃത്യുവിനെ പറ്റി മാത്രം ചോദിക്കരുത്, ഇതെല്ലാം വരിച്ചോളൂ. അപ്പൊ മനുഷ്യലോകത്തിൽ ലഭിക്കാത്ത സുഖസാമഗ്രികൾ, സ്വർസുന്ദരിമാർ, അവരുടെ പരിചരണം, ഇവയൊക്കെ നിനക്ക് ഞാൻ നേടിത്തരാം. എന്നാൽ ജ്ഞാനം അത് മാത്രം വേണ്ട നചികേതസ്സേ. എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം കിട്ടുക എന്ന് പറയുന്നത് ഇതൊക്കെ നേടുന്നതിനേക്കാളും ക്ലിഷ്ടമാണ്. വഴിയിൽ ഇതൊക്കെ കിട്ടും. ഈ സാധനമൊക്കെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ടാവും. നമ്മളാ വഴിയിൽ കാണുന്നതൊക്കെ മേടിച്ചു തിന്നും, ഇത് മാത്രം മറന്നുപോകും എന്നർത്ഥം. അതിന്റെ വ്യംഗ്യമായ അർത്ഥം ഇത്രയാണ്. നമ്മളിതൊക്കെ തേടി ഇറങ്ങുന്നത്, ഈ അറിവ് വേണമെന്ന് പറഞ്ഞാണ് ചാടി ഇറങ്ങുന്നത്. പക്ഷെ വഴി കണ്ട് ഭ്രമിച്ച്, അങ്ങനല്ലേ നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുമ്പോ എങ്ങനെയാ പറ്റുന്നത്? എത്ര പേരുണ്ട് നേരെ പോയി ആ ഗർഭഗൃഹത്തിന് മുമ്പിൽ ശാന്തമായി നിൽക്കുന്നവർ എത്ര പേരുണ്ട്? ആരുമില്ലെന്നുള്ളതല്ലേ പരമാർത്ഥം. ഇവിടുന്ന് എവിടെ പോവാ? അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോയി അവിടെ ചെന്ന് ഗർഭഗൃഹത്തിന് മുമ്പിൽ ശാന്തമായി കൈകൂപ്പി നിൽക്കുന്നവരുടെ എണ്ണം വളരെ വിരളമാണ്. ഇനി ആരെങ്കിലും പോയി ഒന്ന് കൂപ്പിയാൽ ഒരു സല്യൂട്ട് അടിച്ചിട്ട് തിരിച്ചു വന്ന് ചിന്തിക്കടയിലോ അല്ലെ കൂട്ടുകാരുടെ ഇടയിലോ എത്ര മണിക്കൂർ, ഒരു ദിവസം രാവിലെ അമ്പലത്തിലെത്തിയാൽ വൈകുന്നേരം വരെ അമ്പലത്തിലെത്തിയിട്ട് തിരിച്ചു വന്ന് എത്ര നേരം ഗർഭഗൃഹത്തിന് മുമ്പിൽ നിന്നു അല്ലെ തൊഴുതു എന്ന് ചോദിച്ചാൽ ഒരു സെക്കൻഡ്. കെട്ടും കെട്ടി കഞ്ഞിയും വെച്ച് എന്താ പറയാ, തമിഴം പാടിയ പോലെ
ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചാടി അല്ലേ? പറഞ്ഞു പറഞ്ഞ് ചിലപ്പോ ഇവനൊരു ഗതികേടും കൂടെ പറയും. കല്ലും മുള്ളും സ്വാമിക്ക്. അവിടെയാണ് നമ്മൾ തെണ്ടിപ്പോകുന്നത്. നെയ്യഭിഷേകം സ്വാമിക്ക് ഇല്ലേ? പാലഭിഷേകം സ്വാമിക്ക് എന്ന് പറഞ്ഞ് ഒടുവിൽ ഇടയ്ക്ക് പോയി അറിയാതെ മറ്റവൻ ട്യൂണ് മാറിയിട്ട് ഇടയ്ക്ക് ചോദിക്കും കല്ലും മുള്ളും സ്വാമിക്ക് എന്ന് പറഞ്ഞ പോലെ ഈ പോകുന്ന പോക്കെല്ലാം ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് എന്തെല്ലാമാണ് വാങ്ങിച്ച് കഴിക്കുക, എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ടിരിക, എന്തൊക്കെയാണ് നേടുക, എത്ര പേരെയാണ് കാണുക. ഇതിനപ്പുറം ആ ലക്ഷ്യം വിടാതിരിക്കുന്നവർ എത്ര ഉണ്ടാവും? പലപ്പോഴും നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ പോലും ലക്ഷ്യത്തിന്റെ അരികുകൾ നേടിയാണ് തിരിച്ചു വരുന്നത്. അല്ലേ?